നമസ്കാരം. 59 മത്സരങ്ങൾ കഴിഞ്ഞു ഇത്തവണത്തെ IPL. ഇതുവരെ 8 ടീമുകൾ ഇപ്പോഴും പ്ലേ ഓഫിനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തായി എന്ന് പറയാനുള്ളത് MIയും PBKസും മാത്രമാണ്. ചുരുക്കത്തിൽ ഇന്നലത്തെ CSKയുടെ തോൽവിയോടുകൂടി കാര്യങ്ങൾ ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇത്തവണ പ്ലേ ഓഫിൽ ആര് കയറും ആര് കയറില്ല എന്നുള്ളത് കാൽക്കുലേറ്റർ എടുത്തുകൊണ്ട് ഇങ്ങനെ തുടരേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിരിക്കുന്നു ഇന്നലത്തെ CSKയുടെ തോൽവി. അപ്പോൾ നമ്മൾ ഓരോ ടീമിൻ്റെയും പ്ലേ ഓഫ് സെനാരിയോ ഒന്നെടുത്ത് നോക്കിയാണ്. അതിനു മുമ്പ് ആദ്യം പോയിന്റ് പട്ടിക ഒന്ന് വിശദമായിട്ട് നോക്കണം. KKRഉം RRഉം 16 വീതം പോയിന്റുകളുമായിട്ട് 1ഉം 2ഉം സ്ഥാനത്ത്. നെറ്റ് റൺ റേറ്റിന്റെ ആനുകൂല്യത്തിലാണ് KKR ഒന്നാമത്. SRHന് 14 പോയിന്റ്, അവർ 3ആം സ്ഥാനത്ത്. 12 കളി 14 പോയിന്റ്. 12 കളി കളിച്ചിട്ട് 12 പോയിന്റ് ഉള്ള 3 ടീമുകളുണ്ട്. CSK, DC, LSG. അവിടെയാണ് കളി, അവിടെയാണ് പോരാട്ടം. 4ാമത്തെ സ്പോട്ട് ആർക്ക് ലഭിക്കും? അതാണ് ചോദ്യം. കണ്ടറിയണം. വരുന്ന കളികളൊക്കെ ഇമ്പോർട്ടൻ്റാണ്. കാരണം CSKയുടെ അടുത്ത കളികൾ RRുമായിട്ടും RCBയുമായിട്ടാണെങ്കിൽ DCക്ക് RCBയുമായിട്ടും അതുപോലെ LSGയുമായിട്ട് കളി വരുന്നു. LSGക്ക് DCയുമായിട്ടും MIയുമായിട്ടാണ് കളി. RCBയും അവരുടെ പ്രതീക്ഷകളൊക്കെ ജ്വലിപ്പിച്ച് തന്നെ നിർത്തുന്നുണ്ട്. 12 കളി അവർക്ക് 10 പോയിന്റ്. ഒപ്പം തന്നെ GTക്കും 12 കളി 10 പോയിന്റ് ഉണ്ട്. പക്ഷെ GTയുടെ നെറ്റ് റൺ റേറ്റ് വളരെ ഡിസ്മലാണ്. അത് അവർക്കൊരു തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ MIയും PBKs നമ്മൾ പറയേണ്ടതില്ല. 8 പോയിന്റുകളാണ്. അവർ പുറത്തായി കഴിഞ്ഞു. അപ്പൊ ബാക്കി ഈ ടീമുകൾ തമ്മിലുള്ള പോര് മുറുകുന്നു. ആദ്യം 1-2 സ്ഥാനങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞ മട്ടാണ് KKRഉം RRും. ഇനിയുള്ള അവരുടെ മത്സരങ്ങളിൽ അവർക്ക് ശ്രദ്ധിക്കാനുള്ള, അവർക്ക് 3 കളികൾ ബാക്കിയുണ്ട് താനും. ബാക്കി മത്സരിക്കുന്നവർക്കൊക്കെ 2 കളികളെ ബാക്കിയുള്ളൂ. അപ്പൊ ഇനിയുള്ള കളികളിൽ അവർക്ക് ശ്രദ്ധിക്കേണ്ടത് അവരുടെ 1-2 സ്പോട്ടുകൾ നഷ്ടമാവാതെ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. അവർ പ്ലേ ഓഫിലേക്ക് എത്തി എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പം മാത്തമാറ്റിക്കലി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഇനിയും വേണമെങ്കിൽ പറയാം. പക്ഷെ അതിലേക്ക് പോകുന്നില്ല. അവർ പ്ലേ ഓഫിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ അതില് KKRനെ സംബന്ധിച്ചിടത്തോളം ഇനിയും അവർക്ക് 3 കളികൾ ബാക്കിയുണ്ട്. 16 പോയിന്റ് ഉണ്ട്. അപ്പൊ ഇനി അവർ ശ്രദ്ധിക്കേണ്ടത് വരുന്ന മത്സരങ്ങളിൽ ടോപ്പ് 2 സ്പോട്ട് കൈവിട്ടു പോവാതിരിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. അത് തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ കാര്യവും. രാജസ്ഥാൻ റോയൽസിന് നാളെ കളിയുണ്ട്. നാളെ എതിരാളികൾ CSK ആണ്. CSK തോൽപ്പിച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, CSKയുടെ കാര്യം അവതാളത്തിലാകുമെന്നല്ല, ഓൾമോസ്റ്റ് പണി കിട്ടി എന്ന അവസ്ഥയിൽ തന്നെ ആവും. അതേസമയം രാജസ്ഥാൻ റോയൽസിന് അവരുടെ ടോപ്പ് 2 പൊസിഷൻ ഉറപ്പിക്കാൻ പറ്റും, ക്വാളിഫയർ കളിക്കാൻ പറ്റും എന്നുള്ള രൂപത്തിലേക്ക് മാറാനും കഴിയും. അപ്പോൾ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആണ് നാളെ എന്നർത്ഥം. പിന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കാര്യത്തിൽ അവരിപ്പം 14 പോയിന്റ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 12 കളികളിൽ നിന്ന് 7 വിജയം അവർ സ്വന്തമാക്കി 14 പോയിന്റ് ആയിട്ട് നിൽക്കുന്നു. അവർ സ്വാഭാവികമായിട്ടും പ്ലേ ഓഫിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം വലിയ ടെസ്റ്റിനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് അവരുടെ കാര്യം. പക്ഷെ അവർ ലക്ഷ്യം വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, ടോപ്പ് 2 പൊസിഷൻ. അങ്ങനെയെങ്കിൽ അവർക്ക് ക്വാളിഫയർ കളിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് അവർ ആദ്യൊരു ശ്രമം നടത്തിയാൽ എന്തും സംഭവിക്കാം എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം. നോക്കുക, അവരുടെ അടുത്ത കളികൾ വരുന്നത് ഒന്ന് GTക്കെതിരെയാണ്, ഒന്ന് PBKസിനെതിരെയുമാണ്. PBKs പുറത്തായ ടീമാണ്. അവർക്കെതിരെ അവർ അഴിഞ്ഞാട്ടം നടത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. GTക്ക് ഇപ്പോൾ സാധ്യത എന്നൊക്കെ പറയാമെങ്കിലും വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നെറ്റ് റൺ റേറ്റിൽ നിൽക്കുമ്പോൾ അവർ ഇനിയുള്ള 2 കളികൾ ജയിച്ചാൽ പോലും കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്നർത്ഥം. അപ്പോൾ SRHന്റെ കാര്യത്തിൽ അവർ പ്ലേ ഓഫ് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല, വേണമെങ്കിൽ ടോപ്പ് 2 പോലും എത്താൻ പറ്റും. അതാണ് അവരുടെ കാര്യം. അടുത്ത CSK ആണ്. CSKയുടെ ഇന്നലത്തെ തോൽവി കാര്യങ്ങൾ ഒരു വല്ലാത്ത പ്രിക്കാരിയസ് സിറ്റുവേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവർക്ക് കഴിയുമായിരുന്നു. അത് ആ ഒരു ഡ്രീം ഒന്ന് മങ്ങലേൽപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. 12 കളികൾ 12 പോയിന്റ്. സോ അടുത്ത 2 മത്സരങ്ങളും അവർക്ക് വിജയിക്കേണ്ടതുണ്ട്. രാജസ്ഥാൻ റോയൽസിനെതിരെയും RCBക്കെതിരെയും വിജയിക്കണം. അതുപോലെ തന്നെ DC അവരുടെ കളികൾ തോൽക്കുക. ലക്നൗ സൂപ്പർ ജയൻസുമായിട്ടാണ് DCയുടെ ഒരു കളി. അപ്പോൾ അതിൽ രണ്ടാമതൊരു ടീമിന് പടി കിട്ടും. പിന്നെ RCBക്കെതിരെയാണ് കളി. അപ്പോൾ അതിലെന്ത് സംഭവിക്കും? അപ്പം DCയും LSGയും ഒക്കെ അവരുടെ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുന്ന സാഹചര്യം. ഒന്നെന്തായാലും LSG DC കൊണ്ട് ഒരു ടീമിന് അവർ ഡ്രോപ്പ് ആവും. മറ്റത് RCBക്കെതിരെ DC തോൽക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. അപ്പോൾ RCB അവിടെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും RCBയെ CSK തോൽപ്പിക്കൽ അത്യാവശ്യമാണല്ലോ CSKയുടെ മുന്നോട്ട് പോകാൻ. അപ്പോൾ RCBയുടെ ഭീഷണി അവിടെ അവസാനിപ്പിക്കാൻ വേണമെങ്കിൽ CSK തന്നെ കരുതിയാൽ കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൽ കാര്യം. CSKക്ക് അവരുടെ കയ്യിൽ തന്നെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അത് കൈവിട്ടു പോകാതെ നോക്കണം. അടുത്ത 2 കളികളും വളരെ ക്രൂഷ്യലാണ്.
ഒരു ചെറിയ അബദ്ധം പോലും പുറത്തേക്കുള്ള വഴി തുറക്കും. അത് തലക്കും സംഘത്തിനും നന്നായിട്ട് അറിയാം. പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്കുകൾ ഇന്നലത്തെ കളിയോടുകൂടി സംഭവിച്ചിട്ടുണ്ട്. അവരുടെ ബൗളിംഗ് നിരയെക്കുറിച്ച് സംശയങ്ങളുണ്ട്, അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിനെ കുറിച്ച് സംശയങ്ങളുണ്ട്. അതൊക്കെ ഫിക്സ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. ഇതാണ് CSKയുടെ ഒരു സ്ഥിതിവിശേഷം. ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇന്നലെ ഇപ്പോൾ GT CSK തോൽപ്പിച്ചതോടുകൂടി അവരും വലിയ സ്വപ്നം കാണുകയാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മത്സരങ്ങൾ ഒന്ന് LSCക്കെതിരെയും ഒന്ന് RCBക്കെതിരെയുമാണ്. ആ രണ്ട് ടീമുകളും ഇപ്പോഴും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഒരു ഫൈറ്റ് അവിടെ നേരിടേണ്ടി വരും. DC സംബന്ധിച്ചിടത്തോളം അവരുടെ നെറ്റ് റൺ റേറ്റ് -0.316 ആണ്. അതും ഒരു തിരിച്ചടിയാണ്. വരുന്ന മത്സരങ്ങൾ ആദ്യ കളി ഇപ്പം നാളെയാണ് RCBക്കെതിരെ, പിന്നെ 14-ാം തീയതി LSCക്കെതിരെ. രണ്ട് കളിയിലും വമ്പൻ വിജയം ഉണ്ടാക്കി ഈ നെറ്റ് റൺ റേറ്റിന്റെ ആ ഒരു അവസ്ഥ മാറ്റിമറിച്ചെങ്കിൽ മാത്രമേ DCക്ക് ഒരു സാധ്യത കാണുന്നുള്ളൂ. പക്ഷെ കാര്യങ്ങൾ എളുപ്പമല്ല എന്നർത്ഥം. നെറ്റ് റൺ റേറ്റ് പരിതാപകരമാണ്. അത് തന്നെയാണ് ലക്നൗ സൂപ്പർ ജയൻസിന്റെ കാര്യവും. ലക്നൌവിനും ഈ പറഞ്ഞ പോലെ 12 പോയിന്റുകൾ എന്ന രൂപത്തിൽ അവർ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ നെറ്റ് റൺ റേറ്റ് നോക്കുക, -0.769 ആണ്. അവർക്ക് ഒരു കളി DCക്കെതിരെയാണ്. അത് 14-ാം തീയതി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 17-ാം തീയതി MIക്കെതിരെ. അപ്പം MI ആണെങ്കിൽ ഇപ്പോൾ പോകുന്ന പോക്കിൽ കിട്ടുന്നവർക്കൊക്കെ പണി കൊടുക്കാനുള്ള ശ്രമം അവർ നടത്തുന്നത് തുടരുന്നുമുണ്ട്. അപ്പോൾ എളുപ്പമല്ല എന്നർത്ഥം. LSCയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എളുപ്പമല്ല. അവർക്ക് നെറ്റ് റൺ റേറ്റ് തിരിച്ചടിയാണ്. പ്ലേ ഓഫിലേക്ക് എത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. RCBയുടെ കാര്യമാണ് അടുത്തത്. RCBയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റണ്ണിന്റെ തോൽവി തോറ്റില്ലേ KKRനോട്, അതില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എത്ര ഫേവററ്റുകളായിരിക്കും അവർ പ്ലേ ഓഫിനെ എന്ന കാര്യം നോക്കുക. ഏതായാലും അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കളികൾ വിജയിക്കണം. 2 കളി വിജയിച്ച് 14 പോയിന്റിലേക്ക് എത്തണം. ആ പോകുന്ന പോക്കിൽ അവർക്ക് ഒന്ന് CSKക്ക് പണി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊന്ന് പ്രധാനമായിട്ട് അവർക്ക് DCക്ക് പണി കൊടുക്കാൻ പറ്റും. അതാണ് അവർക്കുള്ളൊരു ആനുകൂല്യം. അതായത് അവർക്ക് 10 പോയിന്റേ ഉള്ളെങ്കിലും അവരോട് പ്ലേ ഓഫ് സ്പോട്ടിനായിട്ട് മത്സരിക്കുന്ന ടീമുകളോട് അവർക്ക് കളിയുണ്ട്. CSKക്കെതിരെ അവർക്ക് കളിയുണ്ട്, DCക്കെതിരെ കളിയുണ്ട്. അപ്പോൾ CSKയും DCയും LSCയും ആണല്ലോ അവരോട് ഇപ്പോൾ പ്ലേ ഓഫ് സ്പോട്ടിനായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇവർക്കെതിരെ തന്നെ കളി വരുന്നു എന്നുള്ളത്. അത് വിജയിച്ച് അവർക്ക് 14 പോയിന്റിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് മാത്രമല്ല, DCയുടെയും CSKയുടെയും പോയിന്റുകളുടെ അളവ് കുറക്കാനും പറ്റും. പിന്നെ അവർക്ക് പോസിറ്റീവ് നെറ്റ് റൺ റേറ്റ് ആണ് +0.217. അപ്പോൾ നല്ല സാധ്യത ഇപ്പോഴും RCBക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാര്യം. പക്ഷേ 2 കളികളും വിജയിക്കണം എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. ഒട്ടും എളുപ്പമല്ല എന്നർത്ഥം. പിന്നെ 8ാമതായിട്ട് വരുന്നത് ഗുജറാത്ത് ടൈറ്റൻസ്. ഈ പറഞ്ഞ പോലെ RCBയെ പോലെ അവർക്ക് പോയിന്റ് ഉണ്ടെങ്കിലും അവരുടെ നെറ്റ് റൺ റേറ്റ് നോക്കുക, വളരെ പരിതാപകരമാണ്. -1.063 ആണ്. അതിൽ നിന്നൊരു കരകയറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അടുത്ത കളി KKRുമായിട്ടാണ്. അതിനുശേഷം അവർ SRHുമായിട്ടും കളിക്കണം. അപ്പൊ 2 വമ്പൻ ടീമുകൾക്കെതിരെയുള്ള കളിയാണുള്ളത്. ഇന്നലെ CSKക്കെതിരെ കളിച്ചതുപോലെ കളിച്ചാൽ ആരെയും വേണമെങ്കിൽ വീഴ്ത്താം. പക്ഷേ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ പ്ലേ ഓഫിലേക്ക് എത്തുക എന്നുള്ളത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പൂർണ്ണമായും നമ്മൾ തള്ളിക്കളയുന്നില്ല. കാരണം ക്രിക്കറ്റ് ആയതുകൊണ്ട് എന്തോ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ളൊരു പോസിബിലിറ്റി ഇവിടെ ബാക്കി വെക്കുന്നു. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ പ്ലേ ഓഫ് സെനാരിയോ. ഇപ്പം എന്തായാലും 4ാമത്തെ സ്പോട്ടിന് വേണ്ടി CSKയും DCയും LSCയും RCBയും വേണമെങ്കിൽ GTയെ കൂടി പെടുത്താം. അങ്ങനെ ഒരു പോരാട്ടം നടക്കുകയാണ്. CSKക്ക് അവരുടെ 2 കളികളും ബിഗ് മാർജിനിൽ അല്ലെങ്കിൽ നല്ല മാർജിനിൽ, ബിഗ് മാർജിൻ ഒന്നും വേണ്ട, മോശമല്ലാത്തൊരു മാർജിനിൽ വിജയിച്ചാൽ, കാരണം മറ്റുള്ള ടീമുകളുടെ ആ ഒരു നെറ്റ് റൺ റേറ്റുമായിട്ട് വരുന്ന ത്രെട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. കാരണം ഇനിയിപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ആ 2 മത്സരങ്ങൾ വിജയിച്ചാൽ തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. മോശമല്ലാത്തൊരു മാർജിനിൽ അവർ വിജയിക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. പ്രശ്നങ്ങൾ അവിടെ ഇപ്പോഴും ഉണ്ടെങ്കിൽ. അപ്പോൾ CSKക്ക് കാര്യങ്ങൾ അവരുടെ കയ്യിൽ തന്നെയാണ്. RCBക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ മത്സരിക്കുന്നവർ പ്ലേ ഓഫ് കണ്ടന്റേഴ്സ് ആയിട്ടുള്ളവർക്കെതിരെ തന്നെ കളി വരുന്നു എന്നുള്ളതിന്റെ ഒരു പോസിറ്റീവ്നെസ് ഉണ്ട്. ആ 2 കളികളും അവർക്ക് വിജയിച്ചാൽ അവർക്കും സ്വാഭാവികമായിട്ടും സാധ്യതകൾ ജ്വലിച്ചു നിൽക്കും. അപ്പൊ ഈ അവസാന ഭാഗത്ത് ഈ 4, 5, 6, 7, 8 പൊസിഷനിലുള്ളവർ 4ാം സ്ഥാനത്തിനായിട്ട് പോരടിക്കുകയാണ്. എന്തും സംഭവിക്കാം. കാത്തിരിക്കാൻ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്